സാറേ ആ ഒരാഴ്ചത്തെ ലീവിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞത് സാറേ ഭാര്യ ഗർഭിണി ആയതുകൊണ്ടേ. സാറിന് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ശമ്പളം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല സാറേ, ജോലി പോകണ്ടിരുന്നാൽ മതി. ശരി സാറേ, ശരി. ഓഫീസിൽ നിന്നാ അവർ വരാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ ഒരാഴ്ചത്തെ ലീവ് പറഞ്ഞുണ്ട്. ഇങ്ങനെ ലീവ് എടുക്കണേ, നീ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. എടാ അവളുടെ കാര്യാലോചന നീ എന്തിനു വിഷമിക്കണേ? ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ, അവൾക്ക് ഒരു കുറവും വരത്തില്ല. ഇതെന്താണ് കയ്യിൽ കവറൊക്കെ ആയിട്ട്? മാങ്ങയുടെ മസാല വെച്ചിട്ടുണ്ട് അവൾക്ക്. എന്തിനാ ഈ പൈസ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ വാങ്ങിക്കണേ? ഇപ്പം അച്ഛൻ അവരുടെ വാങ്ങിച്ചിട്ടുണ്ടായാലും അമ്മ അവിടെ നിന്ന് വഴുക്ക് പറയും. എടാ അവൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഞങ്ങളുടെയും കൂടി ഒരു സന്തോഷമല്ലേ. എൻ്റെ കൊച്ചുമോൻ വരാൻ പോവില്ലേ, അതിനൊരു സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ? കൊച്ചുമോൻ്റെ ഒരു ആരോഗ്യം ഇതൊക്കെ ഞങ്ങളല്ലേ നോക്കേണ്ടത്. അച്ഛാ, എനിക്ക് അച്ഛനോട് ഒരു സത്യം പറയാനുണ്ട്. നീ ഇത്ര ആളും കള്ളാണോ പറഞ്ഞപ്പോൾ? അല്ല, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഞാൻ കള്ളം പറയാറുണ്ട്. സഖാവരാകാൻ്റെ മോൻ കള്ളം പറയേ? അച്ഛൻ പറയണ തോന്നും അച്ഛൻ ആ കവലയിൽ ചെന്നിട്ട് പ്രസംഗിക്കുന്നതൊക്കെ സത്യമാണ്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് നിന്റെ അച്ഛൻ കേട്ടാ. ഇതാണ് രാഷ്ട്രീയക്കാരുടെ കുഴപ്പം, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനും കുത്തുന്നില്ല. പോരെ, നീ കാര്യം പറ. അത് പിന്നെ അച്ഛാ, റഹനില്ലേ, അവള് ഗർഭിണിയല്ല. അതായിരുന്ന ഗർഭിണി അല്ലേ? എടാ നീതെന്താ പറയണത്? അച്ഛൻ എക്സ്പ്രഷൻ ഇട്ട് മരിക്കണ്ട, ഞാൻ പറഞ്ഞ സത്യമാണ്, അവള് ഗർഭിണിയല്ല. പിന്നെ എന്തിനാടാ പൊട്ട ഈ നാടകം മുഴുവൻ കളിച്ചത്? അത് അച്ഛന് അമ്മയുടെ സ്വഭാവം അറിയാലോ, അമ്മയ്ക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെ അതൊന്നും ശരിയാക്കി എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. എടാ നിന്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ ഇരട്ടി ദേഷ്യം ഉണ്ടാവും, മനസ്സിലായ? അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. അതല്ലേ ഞാൻ അച്ഛനോട് പറഞ്ഞേ, അച്ഛനത് നൈസായിട്ടൊന്ന് ഡീൽ ചെയ്ത് തരില്ലേ? എടാ എന്തിനാടാ ഈ നാടകം കളിക്കണത്? നിനക്കിത് ശരിക്കും സംഭവിപ്പിച്ചൂടെ? അതിപ്പോ ശരിയാവില്ല അച്ഛാ. ബെസ്റ്റ്. നിന്റെ ആദ്യത്തെ ആവേശം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലൊരു നഴ്സറി സ്കൂൾ തുടങ്ങാമെന്നു. ഈ ആവേശം മാത്രമേ ഉള്ളൂ അല്ലേ? ഇഷ്ടം എൻ്റെ മസാല ദോശയും മാങ്ങാത്തോലിയും. അല്ല അച്ഛാ, ഞാൻ പറഞ്ഞ നൈസായിട്ടൊന്ന് ഡീൽ ചെയ്യില്ല അമ്മേനെ. നേരെ ഇരിക്കാൻ കൊണ്ട് ഇന്ന് വന്നേ നീ പറഞ്ഞ പ്ലാൻ റെഡിയായിട്ട് നീ വന്നുണ്ട് കാണിച്ചത്. അതെ, ഇതൊരു സൗകര്യമായിട്ടൊന്നും കണ്ട. തലയിൽ നല്ലോണം എണ്ണ വെച്ച് തല തണുത്തിനേലേ കൊച്ചിന് അതിന്റെ കേടാ, അതുകൊണ്ടാ. അത് പിന്നെ എനിക്കിത് വശമില്ലാത്തോണ്ടല്ലേ അമ്മേ. വശം ഉണ്ടെങ്കിൽ അവളിപ്പോ മല മറിച്ചാലും എനിക്ക് പോയാണ്ടാണ്. സാരമില്ല, നാളെ തൊട്ട് ഞാൻ തന്നെ ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ നിനക്കും കൊള്ളാം, നിന്റെ കൊച്ചിനും കൊള്ളാം. എന്താണ് അമ്മായിമ്മയും മരുമോളും തമ്മിലൊരു സ്വകാര്യം? എന്തോന്ന് സ്വകാര്യം? ഞാനവിടെ തലയിൽ എണ്ണ വെച്ച് മസാജ് ചെയ്യുന്നതല്ലേ. മനസ്സിലായി. എങ്ങനെയുണ്ട് അമ്മയുടെ ഔഷധ ചികിത്സ? നമ്മുടെ അമ്മയല്ലേ, നല്ല സുഖമുണ്ട്. ഞമ്മടെ അമ്മയാ? കൊണ്ടുപോയി തേച്ചാ തന്നത്തെ. പിന്നെ നിങ്ങളെ കാണിച്ചിട്ട് അഭിനയിച്ചിട്ട് എനിക്കിവിടെ ഓസ്കാർ കിട്ടാനല്ലേ. നല്ല ആരോഗ്യത്തോടെ അമ്മ ഇരുന്നാലേ കുഞ്ഞിന് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണേ. അമ്മയ്ക്ക് മാത്രം പോരാ, അച്ഛനും കുറച്ചൊക്കെ ആരോഗ്യമാവാം. ഇപ്പൊ അങ്ങേർക്ക് ഇപ്പൊ ആരോഗ്യക്കുറവ് പയറ് പോലെ ഇരിക്കണ്ടല്ലോ. ഈ അച്ഛനല്ല, ഈ അച്ഛന്. നിന്നെ കച്ചാന്നിരിക്കുന്ന ആ കൊച്ചിന്റെ ഒരു അവസ്ഥ എന്നെ അപമാനിക്കലേ, ആ വൈദ്യുതി കിടന്ന കൊച്ചു കേൾക്കും. ആ ബോധമൊക്കെ ഉണ്ടോ അതെനിക്ക്? അത് കുഴപ്പമില്ല സാർ, ഹരിയേട്ടന്റെ കാര്യത്തില് എന്നെക്കാളും സ്വാതന്ത്ര്യം എനിക്കല്ലേ ഉള്ളേ. എങ്ങനെയുണ്ട് ഇപ്പൊ കേട്ടാ? അതായത് നിന്നെ ആരെന്ത് പറഞ്ഞ അപമാനിച്ചാലും ഇവൾക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അമ്മ എന്ത് സാധനമാണ് അമ്മേ, അവൾ എന്ത് പറഞ്ഞാലും വളച്ചൊടിച്ചു. ഇങ്ങനെ ഞാൻ ഭയങ്കര ഭീകരി, എല്ലാരും തല്ലിക്കാൻ നടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വീട്ടിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ? ഒരു പാർട്ടി നേതാവായ എന്റെ ശബ്ദം പോലെ വീട്ടിലുണ്ടാവാറുണ്ടോ? ഇല്ല, അത് അച്ഛൻ പറഞ്ഞ കറക്റ്റാണ്. നിങ്ങളെ അച്ഛനും മോനും മരുമോളൊക്കെ കൂട്ടിട്ട് ഇവിടെ അഭിപ്രായം ചോദിച്ചും പറഞ്ഞ് കളിക്കട്ടാ. ഞാൻ പോവാ. എങ്ങോട്ടേക്ക് അടുത്തുള്ളി പോണേ? പതുക്കെ എഴുന്നേറ്റിരിക്കും. ഈശ്വരന്റെ സീരിയൽ തുടങ്ങിയാവോ? നീ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിനെ കണ്ടിട്ടുണ്ട്? ഇല്ല.
ഞാനേടാ പിന്നെ അച്ഛാ എനിക്ക് കുറച്ച് ദിവസമായിട്ട് പച്ചമാങ്ങ തിന്നാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ പുളിമാങ്ങ വാങ്ങിച്ചായിരുന്നു. ആണോ? അതിന്റെ ആവശ്യമില്ല. അതന്നെ. അത് വേണ്ടല്ലോ അല്ലടാ. അതെ ഇനി അഭിനയിച്ച് കൊളാക്കണ്ട, അച്ഛനെല്ലാം അറിഞ്ഞു. എല്ലാം എങ്ങനെ ബേബി പറഞ്ഞോ അനുജു പറഞ്ഞോ? ബേബി അനുജല്ല, ഹരി പറഞ്ഞു. മോളെ വിഷമിക്കണ്ട. അച്ഛൻ എന്തായാലും നിങ്ങളുടെ കൂടെ നിൽക്കും. കാര്യം അച്ഛൻ ഇടതുപക്ഷമാണെങ്കിലും പ്രതിപക്ഷം അമ്മയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഇലക്ഷനിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. നമ്മൾ ചില വളഞ്ഞ വഴി പ്രയോഗിക്കേണ്ടി വരും. എന്നാലേ വമ്പിച്ച് ഭൂരിപക്ഷത്തിന് മോൾക്ക് ഇവിടെ ഒരു സീറ്റ് കിട്ടും. മനസ്സിലായ? അതാണ്. ആ സുനന്ദ ഈ അമ്മായിമ്മയുടെ എന്തൊക്കെയാ കിടന്ന് കാണിക്കണേ. ഞാനെങ്ങാനാണത് തല്ലിക്കൊന്ന് പൊട്ടക്കാൻ ചേട്ടാ സാധനത്തിന്. അത് ശരി, നീ എൻ്റെ മൊബൈലിലുള്ള സീരിയൽ കാണുന്നത്. നിനക്ക് ആ ടി വിയിൽ അങ്ങനെ പോയി കണ്ടുകൂടെ? ടി വിയിൽ കാണാൻ നിങ്ങൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതിന് പൈസ വേണം, പൈസ. ഇപ്പം അതും ഞാൻ റീചാർജ് ചെയ്ത് തരണമായിരിക്കും. വേണ്ട, നാളെ തൊട്ട് ഞാൻ പണിക്കുക. എന്നിട്ട് അച്ഛനെയും മോനെയും മരുമോളെയും ഒക്കെ പോറ്റാം. അത് കുഴപ്പമില്ല. ഈ നാട്ടിലൊരു പൊളിറ്റിക്കൽ ഹോൾഡ് വെച്ചിട്ട് നിനക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഞാനൊരു ജോലി സെറ്റാക്കാം. തൊഴിലുറപ്പ് പദ്ധതിക്ക് എന്താ കുഴപ്പം? നല്ല അന്തസ്സുള്ള ജോലിയല്ലേ. ഞാൻ പണിക്കൊക്കെ പോകും. പിന്നെ തന്തയും മോനും കൂടി പട്ടിണിട്ട് ചാവേണ്ടി വരും. അത്ര അതിനെല്ലാം ഇവിടെ വരുമ്പോഴുള്ളത് അവള് ഞങ്ങൾക്ക് വെച്ച് വിളമ്പി തന്നോളൂ. എന്നാലും അച്ഛന് പണിക്ക് പോകാൻ പറ്റില്ല, ഞാൻ തന്നെ പോണം. നീന്നും ഉണ്ടായിരുന്നു, ഞാൻ ഫോൺ കിടന്നേ. നിങ്ങൾക്കിപ്പോ എന്തിനീ ഫോൺ? എനിക്ക് വാർത്ത കാണാനാണ്. ഓ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പേപ്പർ അരിച്ചു കൊടുക്കുന്നതാണ്. അതൊന്നും പറയാൻ എനിക്ക് മൊബൈലിൽ കൂടി വാർത്ത കാണാനുള്ള സമാധാനം. വാർത്ത മാത്രമല്ല, മൊബൈലിൽ പലതും നോക്കാണ്ട് ഉണ്ടാകും. ആ, അപ്പൊ അതിലെന്തോ ഒരു കള്ളത്തരുണ്ട്. സത്യം പറഞ്ഞു, നിങ്ങൾ ആരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു? ഈ പ്രായത്തിൽ ഞാനിനിപ്പോൾ ചാറ്റ് ചെയ്യാനും കൂടി പോയാൽ മതി. ആരുടെ എന്നോട് ചാറ്റ് ചെയ്യാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടായിരുന്നത്? അപ്പൊ ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഈ കളവന്മാർക്കാണ് ഇളക്കം കിട്ടുന്നത്. ഇതൊരു കാര്യം ഞാൻ പറയാം, വല്ല കടിയിലും പറ്റിട്ട് ഹണി ട്രാപ്പിൽ പോയി സ്റ്റേഷനിൽ കിടന്നാലേ അവര് മിക്കറെ നിർത്തും. എൻ്റെ പൊന്നാനിത്, എനിക്ക് നിന്നേക്കാൾ കൂടുതൽ ആൾക്കാരെ അറിയാവുന്ന. ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം കേട്ടോ. ആ, സൂക്ഷിച്ചാ കൊള്ളാം. നീ കൂടുതൽ വർത്തനമായിട്ട് ഫോൺ ഉണ്ടെന്ന് എന്നാ കൊണ്ട് പോകും. ഉണ്ടാക്കണേ. വർത്താനം പറയാൻ അതെ, എന്താടി ആ കുടുംബോളക്കലെ സിദ്ധുല്ലേ, അയാളെ പോലെ നിങ്ങൾക്കും ഉണ്ടാവും ഹിതബന്ധം. കീറി വെച്ചോണ്ടല്ല, പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് കണ്ടോർക്കുണ്ടോ? വെറുതെ വെച്ചതാ. ആവശ്യമില്ലാത്ത വർത്താനം പറയാനുണ്ട്. പൊക്കം, വെറുതെ വെച്ചതാ. എന്താ എന്താ പറ്റിയേ? എൻ്റെ പൊന്നു മോളെ, അമ്മയ്ക്ക് സീരിയൽ കാണണമെങ്കിലേ അച്ഛൻ്റെ മൊബൈൽ തന്നെ വേണമെന്ന്. ഒരു വാർത്ത കാണാൻ തന്നെ അച്ഛന് നെറ്റ് കഴിയണില്ല. അപ്പോഴാണ്. അതാണോ? അമ്മയ്ക്ക് എന്റെ ഫോണിൽ സീരിയൽ കാണാലോ. എനിക്ക് ആരും സീരിയലൊന്നും കാണിച്ചു തരണ്ട. കണ്ടോട്. ആ കണ്ടോന്നേ. നീ സീരിയലൊക്കെ കാണാറുണ്ടോ? ഞാൻ വല്ലപ്പോഴും കാണാറുള്ളൂ. ആ അമ്മ കണ്ടോ? കണ്ടിട്ട് തന്നാ മതി ഫോണേ. കണ്ടോടി, ഇത്രയും സ്നേഹമുള്ള വരുമ്പോൾ നിനക്ക് വേറെ കുറ്റൂടി. എന്നാലും നീ അമ്മയ്ക്ക് സീരിയൽ വെച്ചെടുത്തുണ്ടോ? എത്ര കഠിന ഹൃദയരായ അമ്മമാരായാലും സീരിയൽ കണ്ട അവിടെ വീഴും. അപ്പൊ നീയും സീരിയലൊക്കെ കാണാറുണ്ടല്ലേ? ഞാൻ കാണാറൊന്നുമില്ല, ഇതൊക്കെ ഓരോ നമ്പർ അല്ലേ. അമ്പടി കൊച്ച് കള്ളി. ഏതായാലും നീ ഞാൻ വിചാരിച്ച പോലെ അല്ല, എനിക്ക് നല്ല ബുദ്ധിയുണ്ട്. നിങ്ങളെന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? നീ എന്നെ പോലെയാണെന്ന്. പിന്നെ ഏതായാലും നീ ആ തീയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച സ്ഥിതിക്ക് അതാണ് നേരം ഞാനേറ്റ്. പിന്നെ എൻ്റെ ഇപ്പം ബികോമിന് വെച്ച് തോമസിന് ഓർമ്മയുണ്ട് എനിക്ക്? ഏതാ മാവുങ്കമ്പെന്ന് തലയിടിച്ച് വീണ തോമസോ? ആ, തോമസ് ഫ്രാൻസിസ്. അവൻ്റെ കല്യാണം ഈ അടുത്ത കഴിഞ്ഞ്. അവൻ്റെ ഭാര്യ ഇപ്പം പ്രഗ്നൻ്റാ. അപ്പൊ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യണ്ടേ? അയ്യോ, ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? ആ